ന്യൂസിലേക്ക് സ്വാഗതം. 15 മാസക്കാലത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിലും ഇസ്രായേലിന്റെ ആക്രമണവും ഗസയിലെ കൂട്ടക്കുരുതിയും തുടരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുദ്ധലക്ഷ്യങ്ങൾ നേടും വരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുന്നതുവരെ ഹമാസിന്റെ സമ്പൂർണ്ണ തകർച്ച കാണുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയും അതിക്രൂരമായിരുന്നു. കളിയിലെ നിയമങ്ങൾ മാറിയ വിവരം ഹമാസ് മനസ്സിലാക്കണമെന്നും നരകത്തിന്റെ വാതിലുകൾ ഹമാസിന് മുന്നിൽ തുറക്കുമെന്നും കര, വ്യോമ, കടൽ മാർഗങ്ങളിലൂടെ ഹമാസിനെ അട്ടിമറിക്കുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത്. ഗസയിലെ സാധാരണക്കാരായ പലസ്തീനികൾക്ക് മുന്നറിയിപ്പില്ലാതെ അതിഭീകരമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരികയാണ്. ആഴ്ചകളോളം നീണ്ടുനിന്ന താൽക്കാലിക വെടിനിർത്തൽ അവസാനിച്ച ഉടൻ തന്നെ ഇസ്രായേൽ വീണ്ടും ഗസയെ ചോരയിൽ മുക്കിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന കൂട്ടക്കുരുതിയിൽ 100-ലേറെ യുദ്ധവിമാനങ്ങളായിരുന്നു പറന്നെത്തിയത്. കുരുന്നുകളും സ്ത്രീകളും അടക്കം 413 പേർ കൊല്ലപ്പെട്ടു. 660-ലേറെ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ എണ്ണം വ്യക്തമല്ല. എന്നാൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആശുപത്രികളിൽ ഇപ്പോഴും നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിന് പ്രചരിപ്പിക്കുന്ന ന്യായീകരണങ്ങൾ വസ്തുതകളോട് പൊരുത്തപ്പെടുന്നില്ലെന്ന് വിമർശകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. നെതന്യാഹു നൽകുന്ന ഉറപ്പ് അർത്ഥശൂന്യമാണെന്നും ഇതിന് ഇരയാകുന്നത് സാധാരണ പലസ്തീനികളാണെന്നും അവർക്കൊരു സുരക്ഷിതത്വം ഇല്ലെന്നും പറയുകയാണ്. ഈ യുദ്ധം പ്രതിരോധമല്ല, പലസ്തീനികളുടെ ഉന്മൂലനത്തിനായുള്ള തന്ത്രം മാത്രമാണെന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ്. ഇസ്രായേൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ തെരുവുകളിലേക്ക് ഇറങ്ങി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. പലസ്തീനികൾക്ക് സുരക്ഷിതമായ ഒരു ഭൂമി ഇല്ലാത്തിടത്തോളം ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം തുടരാനാണ് പദ്ധതിയിടുന്നത്. ലോകം മുഴുവൻ ഈ കൂട്ടക്കൊലയുടെ സാക്ഷിയാകുമ്പോഴും ചില ശക്തരായ രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണക്കുന്ന നിലപാടിലാണ്. പലസ്തീനികൾക്ക് ഒരു ജനാധിപത്യ ഭാവി ഉണ്ടാകണമെങ്കിൽ ലോകം ഒരുമിച്ച് ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്.